ഇതിനകത്ത് കാണുമ്പോ എത്രമാത്രം മഞ്ഞുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ 7:45 വിസിബിലിറ്റി ഒട്ടുമില്ല. 5 മണിയാകുമ്പോൾ പുലർച്ചയിലെത്തുന്ന നഗരങ്ങൾ മനുഷ്യൻ ഉറങ്ങണ്ടേ ഇവിടെ? രാവിലെ വൈകുന്നേരം നേരത്തെ ഇരുട്ടാവില്ലോ, 6 മണിയാകുമ്പോഴേ ഇരുട്ടാവില്ലേ? നമ്മുടെ അവിടെ 6-7 ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂറിന്റെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇവിടെ അത്ര മണിക്കൂർ നേരത്തെ എഴുന്നേക്കണം. ഒരു മര്യാദയില്ല. ആക്സിഡന്റ് ഞാനത് കണ്ടായിരുന്നോ? വണ്ടികള് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് നല്ല ഉറക്കം. ഇവര് ഞാൻ പറച്ചൊക്കെ നിർത്തി. ലോറി ഇടിച്ച് കൂട്ടിയിട്ടേക്കുന്ന പോലെയാ കിടക്കുന്നത്. കുറെ എണ്ണത്തിന്റെ പെടലി ഒടിഞ്ഞ് പെടലുകള് മാത്രം കുറെ എണ്ണത്തിനുണ്ട്, തലകള് മാത്രം. 81 കിലോമീറ്റേഴ്സിൽ ചാർജ് ചെയ്യണമെന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലാൻ മാറ്റാം. അങ്ങനെ നമ്മൾ ഇന്ന് പാറ്റ്നയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുകയാണ്. എല്ലായിടത്തും മറ്റേ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ ഇഷ്യൂ എല്ലാം ഉണ്ട്. അത് വീട്ടിൽ നിന്ന് നല്ല സ്ട്രെസ് ഉണ്ട്. അങ്ങനെ എല്ലാം കാരണം നമ്മൾ പതുക്കെ യാത്ര മിഡ്വേയിൽ അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങുകയാണ്. മടക്കയാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും അടുത്ത ദിവസങ്ങളിലൊക്കെ വരിക. ബീഹാറിലെ ടൗണിൻ്റെ ലിമിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഹൈവേയിലോട്ട് കയറി. ഇവിടുന്ന് ഏകദേശം 184 കിലോമീറ്ററിന് ശേഷമേ അടുത്തൊരു ജിയോബിപിയുടെ ചാർജിങ് സ്റ്റേഷനുള്ളൂ. അവിടെ ചാർജ് ചെയ്യണം. അതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല. പൊതുവെ ബീഹാറിലെ ചാർജിങ് സ്റ്റേഷൻസ് കുറവാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഉള്ളതിൽ പകുതി വർക്കും ആകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ടാറ്റ പവറാണ് കൂടുതലായിട്ടുള്ളത്. ടാറ്റ പവർ വർക്കിംഗ് ആയിട്ട് കാണിക്കും. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് പ്രകാരം അത് കംപ്ലൈൻറ്റ് വരും. ബീഹാറിൻ്റെ ടൗൺ ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു പുഴയാണ്. നോർത്തിലോട്ട് വന്ന മിക്ക വലിയ പുഴകളുടെ അവസ്ഥ ഇതാണ്. ഡ്രൈലാൻഡ് ആയിരിക്കും കൂടുതൽ. അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ട് കുറച്ച് വെള്ളം. വണ്ടിയുടെ കോലം കണ്ട് ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നി. ഞങ്ങൾ ഇവിടുത്തെ വണ്ടി കഴുകി പൈസയിലിട്ട് വണ്ടി കഴുകിക്കൊണ്ട് അത്രയ്ക്ക് വൃത്തിയുടെ വണ്ടി. ഇങ്ങനെ എക്സ്ട്രീം വട്ടം ഉള്ള സാധാരണക്കാരായിരിക്കും.